ഇത്തവണ BJP ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തിയ സംസ്ഥാനമായിരുന്നു യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശ്. പക്ഷേ അവിടെ BJPക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. സിറ്റിംഗ് സീറ്റുകളിൽ 33 നഷ്ടപ്പെട്ടു. അതിന് തൊട്ടു പിന്നാലെ RSSന്റെ മേധാവി മോഹൻ ഭാഗവത് അവിടെ എത്തുകയും 4 ദിവസത്തെ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ, ഔദ്യോഗിക പരിപാടികളിൽ ശിബിരവും ബൈഠക്കും ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തി മടങ്ങിയതിന് തൊട്ടു പിന്നാലെ RSSന്റെ മുതിർന്ന പ്രചാരകനും ഒപ്പം തന്നെ BJPയുടെ സംഘടനാ സെക്രട്ടറിയുമായ BL സന്തോഷ് ഈ 6-ാം തീയതി മുതൽ, അതായത് ജൂലൈ 6 മുതൽ ലക്നൌവിൽ തങ്ങിക്കൊണ്ട് BJPയുടെ താഴെത്തട്ടിലുള്ള നേതാക്കളും പ്രവർത്തകരുമായിട്ട് ഉള്ള കൂടിക്കാഴ്ചകൾ നടത്തുകയാണ്. ഈ കൂടിക്കാഴ്ചകളൊന്നും തന്നെ അദ്ദേഹം ഒരു പ്രതികരണം നടത്തുന്നില്ല. പകരം ഈ പ്രവർത്തകർക്കും നേതാക്കൾക്കും പറയാനുള്ളത് മുഴുവൻ കേൾക്കുകയാണ്. പ്രവർത്തകർ പറയുന്നത് ഈ പല മണ്ഡലങ്ങളിലും അവിടുത്തെ സിറ്റിംഗ് MPമാർ അല്ലെങ്കിൽ മത്സരിക്കുന്ന MP സ്ഥാനാർത്ഥി MLAമാരുമായിട്ടുള്ള ചേരിപ്പോര് പരസ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ നിഷ്ക്രിയരായി, അവർക്ക് നിരാശയുണ്ടായി. രണ്ടാമത്, ഈ പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് സംവരണം പോലുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാനായിട്ട് ഒരു നേതാവും മെനക്കെട്ടിരുന്നില്ല. ഇത് യാദവ ഇതര OBC ദളിത് വോട്ടുകൾ മുഴുവൻ പ്രതിപക്ഷത്തിന് അനുകൂലമാക്കി മാറ്റി. ഇതിനാൽ തന്നെ ഞായറാഴ്ച BL സന്തോഷ് ഈ ഉത്തർപ്രദേശിലുള്ള ദളിത് വിഭാഗത്തിൽപ്പെടുന്ന MLAമാരും മന്ത്രിമാരുടെയും ഒക്കെ ഒരു പ്രത്യേക യോഗം തന്നെ വിളിച്ച് കൂട്ടിയിരുന്നു. ഒപ്പം തന്നെ പറയുന്ന കാര്യങ്ങൾ, ഈ നേതാക്കന്മാർക്ക് താഴെത്തട്ടുള്ള പ്രവർത്തകരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സാഹചര്യമായിരുന്നു. അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും തന്നെ നടന്നിട്ടില്ല. എല്ലാവരും നേതാക്കളെ തന്നെയാണ് കൂടുതലായി കുറ്റപ്പെടുത്തുന്നത്. നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് രൂപത്തിൽ ഇപ്പോൾ താഴെത്തട്ടുള്ള പ്രവർത്തകർ ഉൾപ്പെടെ RSS നേതൃത്വത്തിനോട് പറയുന്നത്. പക്ഷേ ഇത് RSS തന്നെ നിയോഗിച്ചിട്ടുള്ള സംഘടനാ സെക്രട്ടറിയാണ് BL സന്തോഷ്. അദ്ദേഹത്തോട് തന്നെയാണ് പറയുന്നത്. MLAമാരും MPമാരും തമ്മിലുള്ള ചേരിപ്പോര് പരസ്യമായിരുന്നു. ഒപ്പം തന്നെ പ്രാദേശിക നേതാക്കൾക്ക് പോലും താഴെത്തട്ടുള്ള പ്രവർത്തകരുമായിട്ട് ഒരു വലിയ ആത്മബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം നിഷ്ക്രിയമാകാനായിട്ട് കാരണമായി, അതായത് പ്രവർത്തകർ നിഷ്ക്രിയമാകാൻ കാരണമായി. അതുപോലെ തന്നെ മറ്റു പാർട്ടികളും ധാരാളമായി ആളുകൾ എത്തുകയും അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുകയും ചെയ്തത് കാലാകാലങ്ങളായി പാർട്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരിൽ നിരാശ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുകൂടി പറയുന്നത്. ഏതായാലും വിശദമായൊരു റിപ്പോർട്ടിങ്ങിലേക്കാണ് ഇപ്പോൾ RSS മുൻകൈയെടുത്ത് ഉത്തർപ്രദേശിലെ ശുദ്ധികലശം തുടങ്ങിയിരിക്കുന്നത്. ഏതായാലും അധികം വൈകാതെ തന്നെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യം. 2027 ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ന്യൂസ് ഡെസ്ക്.